ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഞങ്ങൾ ചെറുതായിട്ടൊരു യാത്ര പോവാണ് അല്ലേ? ഞങ്ങൾ അസ്പരയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. അപ്പോൾ ഞാനുണ്ട്, സ്നേഹമുണ്ട്, ജിത്തുബായി ഉണ്ട്, പിന്നെ നമ്മുടെ അത് യാത്ര അഭിമാസ് കാണിച്ചൊരു സ്ലോയില്. ഓ അഭിലാഷും ഉണ്ട്. ബിജെപി ഇടണമെന്നല്ലേ അവിടെ? ഓക്കെ. അപ്പോ അതെ പോവാ പറഞ്ഞ മിൽക്ക് ഷേക്ക് പറഞ്ഞിട്ടുണ്ട്, സാധനങ്ങളുണ്ട്. ഇത് ഞങ്ങള് നേരെ വന്നു. ഞങ്ങള് സ്വീഡിഷ് ബേക്കറി കയറി. സ്വീഡിഷ് ബേക്കറിന്ന് കുറെ ഇതെന്ത് ഡ്രസ്? ഇതെന്ത് ഡ്രസ്സേ? ഈജിപ്തിലെ രാജകുമാരിയാണ് ഇത്. ഈജിപ്തിലെ രാജകുമാരി ഇത്. കണ്ടാലും പറയും ഈജിപ്തിലെ രാജകുമാരിന്. ശകുന്തള. ഈജിപ്ത് ഏത് എന്ത്? ഈജിപ്തിലെ രാജകുമാരി മമ്മിയല്ലേ? അതെ, മമ്മി. അത് കറക്റ്റാ. അത് അവിടെ അതമ്മി പറഞ്ഞ കറക്റ്റാ. ഇതെന്താ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഷൂസോ? സ്പ്രിങ് ഒക്കെ ഉണ്ടല്ലോ ഇതിന് മുകളില്, ചാടി കളിക്കാൻ വേണ്ടിട്ടാ ഈ ഷൂസ് നോക്ക്. ഷൂസ് നോക്ക്. എന്റെ മോനെ, ഏതാ ഷൂസ്? അതെന്ത് കഴുത്തിലൊരു മാലയൊക്കെ? എന്ത് പറ്റി? താങ്ക് യു. അപ്പൊ ഷേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധനം കിട്ടി. ഞങ്ങൾ മെല്ലെ പോവാണ്. നേരെ 7:30 ആകുമ്പോൾ അപ്സരേൻ്റെ അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. പൊതുവേ ഞങ്ങളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് 7:30 ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ഞങ്ങൾ 9:30 ആ ഫംഗ്ഷൻ എത്തുക അല്ലേ? ഞങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്, ശീലം അങ്ങനെ ആയതുകൊണ്ട് ഇന്നും എന്താണ് ഈ ഫുഡ് പാർസൽ മേടിച്ച് മിക്കവാറും ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നാൽ ഫുഡ് കിട്ടും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പറപ്പിച്ച് കിട്ടുമോ അബി? അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ? നീണ്ട 2 മണിക്കൂർ. 2 മണിക്കൂർ പരിപാടി കഴിഞ്ഞു. 7:30 പറഞ്ഞ 8:30 ഉണ്ട്. ബാക്കി കേറിയിട്ട് ബാക്കി തിരക്കാം. മിസ്റ്റർ പാൻപര വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടി പറയാം വ്ളോഗില്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ അല്ല, എന്നാലും ബർത്ത്ഡേ ഇരുന്നോണ്ട് അനക്കും ഹാപ്പി ബർത്ത്ഡേ. നന്ദന ഓർമ്മയുണ്ട് നിങ്ങൾ അല്ലേ? ആണ് നന്ദനയുടെ മാനേജർ അല്ലേ? നന്ദനയുടെ മാനേജർ അല്ലേ? അതെ, ICC മലയാളം നന്ദനയുടെ മാനേജർ മിസ്റ്റർ റൈഷാഖ്. യെസ്. നന്ദനയുമായിട്ടുള്ള എന്ത് കൊളാബറേഷൻ വേണമെന്നുണ്ടെങ്കിലും ICC റൈഷാഖിനെ നിങ്ങൾ കണക്ട് ചെയ്യുക. കൊളാബറേഷൻ മാത്രം. അതെ, അതാ ഓഫാക്കണ. ഹായ് നിഷാന. എന്താടാ വിനു ബ്രോ? അൻഷിഫ് മൂൺലൈറ്റ്. അതെ, പ്രശസ്ത അൻസിഫ് മൂൺലൈറ്റ്, പ്രശസ്ത BB റിവ്യൂവർ. അതെ ചാനലിലെ പേര് പറഞ്ഞു, വിനൂസ് ഹബ് 2.0 അങ്ങനെ പറഞ്ഞു. 1.0 BBയുടെ റിവ്യൂ എടുത്തത് 1.0 അടിച്ചു പോയി. അവിടെ 2.0 എന്തൊക്കെയോ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കാൻ വേണം. നമുക്ക് വെള്ളം കുടിക്കാം. നമുക്ക് നമ്മളെ പരിപാടികളാണ്. പറഞ്ഞോളൂ. അതായത് എനിക്ക് നന്ദനായിട്ട് പറയാതെ നമ്മളിപ്പോൾ പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങും. അപ്പോൾ തുടങ്ങുന്ന പ്രോഗ്രാമിൽ MC എന്ന് പറയുന്നത് നന്ദനയാണ് ചെയ്യാൻ പോകുന്നത്. നന്ദനയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഞാൻ അവിടെ ചെന്ന സമയത്ത് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല അപ്സരയുടെ കൂടെ നന്ദന എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂർ ഭാഷ മനസ്സിലാവുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ട എൻ്റെ അനിയത്തിയായിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ അവിടെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞത്. പിന്നെ ഇവൾക്ക് ഒരു ആങ്കർ ആവണം, ഒരു ഇതാവണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അത് ഇന്നൊരു ചാൻസ് കൊടുക്കാം. അല്ല, ഇന്നൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, നന്ദനയുടെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഷോകൾ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ലാസ്റ്റ് ഷോയിൽ 3 വർഷം ചെയ്ത് എലീന പഠിക്കലായിരുന്നു.
നമുക്ക് എലീന പഠിക്കലിന് വെല്ലുന്ന ഒരു ആങ്കറെ കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ. അതെ, അത് എലീന പണിക്കരെ സ്റ്റേജിൽ നമുക്ക് കാണണം. നമ്മൾ പറയുന്ന സാധനങ്ങൾ ചെയ്യുമെന്നാണ് പണി കളഞ്ഞ്. എങ്കിൽ എന്റെ അടുത്തൊരു വർക്കില് നമ്മൾ നന്ദന നടക്കുവോ, എന്നെ കൊണ്ട് പറ്റുവോ? ആ മൈക്ക് കൊടുക്ക്, മൈക്ക് കൊടുക്ക്, മൈക്ക് കൊടുക്ക്. ഇനി ഇവിടെ ആങ്കർമാരായിട്ട് വന്നിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ കൈരളി ചാനലിലെ ആങ്കറായി വന്നിട്ടുള്ള ആളാണ് നയൻതാര. നയൻതാര ഇപ്പോഴുള്ള മലയാള ടെലിവിഷനിലെ ആങ്കർമാരൊക്കെ പേളിമാണി, പിന്നെന്താണ് പറയാ, ഫ്ലവേഴ്സിൽ വന്ന ആങ്കർമാര്, മനോരമയിൽ വന്ന ആങ്കർമാരൊക്കെ നമ്മളുടെ ഷോയിൽ എൻ്റെ അല്ല, ഞാൻ ആ തലമുറക്കാരിയാണ് വന്നതാണ്. അല്ല, അങ്ങനെ ആവോന്ന് അറിയണം. എങ്കിൽ ഇന്നത്തെ വലിയ പ്രതീക്ഷ വേണ്ട, ഒന്നും നടക്കാൻ പോണില്ല. ഏത് ഷോ ആണ് ഒരു അവസരം കൊടുത്തു നോക്കാണ്. ആ ഷോ ഡയറക്ടർ നിങ്ങളാണോ? അല്ല, പ്രൊഡ്യൂസർ നിങ്ങളാണോ? ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതിന് പൈസ ഇറക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല. അത് ചാനലാണെങ്കിൽ അതോട് മുടിഞ്ഞു. അല്ല, പക്ഷേ നമുക്ക് എപ്പോഴും ചളി പറയുന്ന ആങ്കർമാരാണ് ഇവിടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്. ഇങ്ങോട്ട് വാ. അപ്പൊ ശരി, അപ്പൊ ഓക്കെ. നിങ്ങൾ ഓർത്ത് നോക്കുക, അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം എന്താണ് പറയാ, ഒരിത്തിരിയൊക്കെ ചളി പറയുകയും കാര്യങ്ങൾ പറയുക, അല്ലാതെ നിവർന്നൊന്നും മറ്റേ പള്ളിയുടെ അച്ഛൻ സംസാരിക്കുന്ന പോലെ അടുത്തായി ഞാൻ ക്ഷണിക്കുന്നത് അപ്സരേനെയാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊന്നും വേണ്ട. കുറച്ച് പൊട്ടിയൊക്കെ തിരിച്ച് കുറച്ച് ഇതായി കുറച്ച് എക്സൈറ്റ്മെന്റോട് കൂടി സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പൊ ശരി, നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. രണ്ടുപേരും കൂടി വരാണ്ട് തുടങ്ങും. നോക്കട്ടെ ഞാൻ നന്ദനയുടെ പെർഫോമൻസ് എന്താണ്. അല്ലല്ല, എന്റെ പെർഫോമൻസ് ഞങ്ങൾക്കും കാണണം. ഇന്നത്തെ ഇവന്റെ MC നന്ദനേനെ സെലക്ട് ചെയ്തിരിക്കുന്നു. നമ്മളെ തേടി ഇവിടെ വരണല്ലേ? ബർത്ത്ഡേ എന്റേതാണ്, എന്നെ തേടി ഇവിടെ വരണമെന്ന് അപ്സര. എന്താ പ്രോഗ്രാം, എന്താ പരിപാടി? അപ്സരയുടെ ബർത്ത്ഡേ. അപ്സര അതല്ല, ഡ്രസ്സും സെറ്റപ്പ് ഒക്കെ കല്യാണം. എന്താ പരിപാടി? ഞാനും അടിക്കില്ല. ഞങ്ങളാരും അടിക്കില്ല കേട്ടോ. സ്നേഹം മാത്രം കള്ളു കുടിച്ചില്ല. സിജോ വിടാൻ പറയോ അവരോട്? നമുക്ക് അവിടുന്ന് വിടാൻ പറയോ അവരോട്? അത് വിടൂല. റസ്മിൻ ഭായ് ഞങ്ങൾക്ക് ഇനി എങ്ങനെങ്കിലും കേക്കൊക്കെ മുറിച്ച് ഫുഡ് കഴിച്ചാൽ മതി. വിശക്കുന്നു. പടക്കം പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്ന എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സായി, നന്ദന, ഗബ്രി, നിഷാന, സിജോ, ജാസ്മിൻ ജാസ്മിൻ, റസ്മിൻ, നിഷാന ചേച്ചി, എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്നിങ്ങോട്ട് വരണം. നമ്മുടെ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഓക്കെ, അപ്പൊ ആർപ്പിച്ചായിരുന്നു അപ്സര എല്ലാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. റെഡി? 3, 2, 1. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അപ്സര, ഹാപ്പി ബർത്ത്ഡേ ടു യു. കിട്ടിയുള്ളൂ. മതിയല്ലോ. ഏയ് ബംഗളൂട്ടി നല്ല ഫ്രെയിം. ഞാനാണ് അവിടെ വിളിച്ചോണ്ട് അങ്ങോട്ട്.
കുറെ ആൾക്ക് ശേഷം മൊബൈൽ ഫോൺ കൈ കിട്ടിയല്ലേ. അപ്പൊ എനിക്ക് പറഞ്ഞു അപ്ഡേറ്റ് ചെയ്യേണ്ട ആളെന്റെ കൂടെ ഇരിപ്പുണ്ട്, ഞാൻ മടുത്ര, എനിക്ക് ഇതൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ്? അപ്പൊ എനിക്ക് പറഞ്ഞു ആൽബി ചേട്ടനെ ഞാൻ മടുത്ത്, എന്തായാലും ജീവിന്ന് ഇറങ്ങിയതല്ലേ, ആൽബി ചേട്ടനെ മടുത്തിട്ട് ആൽബി ചേട്ടനെ അപ്ഡേറ്റ് ചെയ്ത് വേറൊരാൾ എടുക്കണം എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? ഇങ്ങനെ പാട്ടാ. കാരണം ഞാൻ പറഞ്ഞെന്തറിയോ, ഞാൻ അത്യാവശ്യം ഏറിനൊക്കെ താഴെ വന്നു. അപ്പൊ എൻ്റെ അടുത്ത് നിന്നെ എന്തായാലും ഞാൻ ഏറി കയറ്റുമെന്ന് പറഞ്ഞു. ഏറി കയറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അല്ല എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. നന്ദിയുണ്ട് കേരളത്തിന്, നന്ദിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അപ്സര. അതെ, അത് അപ്സര ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് നോക്കണ്ട. ബിഗ് ബോസ് ഹൗസിനകത്തും നമുക്ക് ഓരോ ടാസ്ക് വരുമ്പോഴൊക്കെ അപ്സര പറയും പറഞ്ഞോ ഏകദേശം അപ്സര അതും അല്ലേ. അല്ലെങ്കിൽ പറയാം, KP നമ്പൂതിരീസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല പല്ലാരതാന്നുള്ളത്. അന്ന് കാണുമ്പോൾ നിങ്ങൾ അപ്സരയുടെ പെർഫോമൻസ് ഇങ്ങനെ ഇരിക്കും, വായ അടച്ചിട്ടേ ഇല്ല അപ്സര. ഓക്കെ, അപ്പൊ ഇനി അപ്സരയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ബിഗ് ബോസ് ജേർണിയിൽ ഏകദേശം ഒരു ഹാഫ് ടൈം ആവുമ്പോഴാണ് ഞാൻ അപ്സരയായിട്ട് ഏറ്റവും കൂടുതൽ ആക്ഷൻ വരുന്നതും ഞങ്ങളൊരു ടണൽ റൂമിൽ ഒരേ റൂമിൽ വരുന്നത് ഒരേ ടീമിൽ വരുന്നതൊക്കെ എൻ്റെ ബിഗ് ബോസ് ജേർണിയിൽ ഒരു ഹാഫ് ടൈം ആവുമ്പോഴാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ടൈമും എൻ്റെ സ്പേസും ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്സര. എൻ്റെ ബാത്റൂമിൽ കഴുകാൻ പഠിപ്പിച്ചത് അപ്സരയാണ്. നോട്ട് പോയിന്റ്. പാത്രം കഴുകാൻ പഠിപ്പിച്ചത് അപ്സരയാണ്. അപ്സരയുടെ ടീമിൽ പോയാൽ നമ്മൾ എല്ലാ പണിയും പഠിക്കും, ഇല്ലെങ്കിൽ അപ്സര നിർത്തി ചെയ്യിപ്പിച്ച് ആ പണി പഠിപ്പിച്ച് അപ്സര വിടും. ഇതുകൊണ്ട് ഞാൻ മാത്രമല്ല, നമ്മളെ പാനിങ്ങിനൊക്കെ പഠിപ്പിച്ചത് അപ്സരയല്ലേ. ഒരുപാട് പേര് പണിയുടെ അവിടെ പല പണികളും പഠിപ്പിച്ചത് നമ്മൾ അപ്സരയാണ്. സോ അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ബാക്കിയുള്ളവരെ എങ്ങനെ ലീഡ് ചെയ്യാന്നുള്ളൊരു ക്വാളിറ്റി അപ്സരയ്ക്കുണ്ട്. ഞാൻ പുറത്ത് നിന്നാണ് അപ്സര ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അകത്ത് കയറി അപ്സരയ്ക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ശരിക്കും ഞാനത് ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. പിന്നെ അപ്സര ടാസ്ക് വരുമ്പോഴൊക്കെ വേറെ ലെവലാണ്. അപ്സര എന്ന് പറയുന്നത് ടാസ്കിന്റെ സമയത്തൊക്കെ നമുക്ക് കട്ടക്ക് നിൽക്കും. ഒരു ടാസ്ക് വരുമ്പോൾ തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അപ്സരയില്ല, ചെയ്യും, എന്ത് വന്നാലും ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന അപ്സര. അത്ര മതിയോ? വേണോ? വേറൊരു കാര്യത്തിലും അപ്സര ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കളവിൽ മുട്ട കക്കാൻ അപ്സരയാണ് ഞങ്ങൾക്ക് നേതാവായിട്ടുണ്ടായിരുന്നത്. മുട്ട കട്ട് അപ്സര എടുത്തു വെച്ചതിന്റെ വിഷ്വൽസ് ഒക്കെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ വൈറലായി. അപ്സര തിരിച്ചു പോരാൻ നേരത്തെ എനിക്ക് തോന്നുന്നു 2 ട്രൈ മുട്ടയും കൊണ്ടാണ് തിരിച്ചിറങ്ങി പോന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്സരയെ കുറിച്ച്. ഇനി കൂടുതലാണെങ്കിൽ പൊക്കി പറയാം. 500 രൂപ 5000 പണിയെടുക്കും. താങ്ക് യു പെങ്ങളെ. നമുക്ക് കുറച്ച് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതേ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഓൺലൈൻ ജീവിക്കാനൊക്കെ തന്നെയാണ് ഇപ്പോഴും കൂടി ഉള്ളത്. അതിൽ ചില ആൾക്കാരൊക്കെ മാറിയത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയാണ്. മുഖം കാണില്ലല്ലോ. കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം, മുനയുള്ള പൂവേ മദനത്തില്ലേ മലരമ്പ് പോലെ നിറമുള്ള നാടം വിടരുന്ന അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ അപ്സര സ്പെഷ്യൽ ഒക്കേഷൻ. ജീവിതത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞ ആഘോഷിച്ചിട്ടുണ്ടോ?
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്സര, അതായത് 28 വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്സര ബർത്ത്ഡേ ഒരു ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ച ദിവസം നമ്മൾ തല്ലിട്ടായിരുന്നല്ലോ, അന്നാണ് അപ്സര ആദ്യമായിട്ട് കരയുന്നത്. അതായത് അപ്സരയെ ബിഗ് ബോസ് ഹൗസിൽ തോൽപ്പിച്ച ഒരു സ്ട്രോങ് ടീം എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ നിന്ന് അഭിമാനം ഓക്കെ, താങ്ക് യു സോ മച്ച്. ICG 1 മില്യൺ കിട്ടിയോ? കിട്ടിയിട്ടില്ല, ഞങ്ങള് ശ്രമിച്ചോണ്ടിരിക്കുക, കിട്ടിയില്ല. നന്ദന സി 1 മില്യൺ ഉള്ളൊരു കണ്ടന്റ് കൊടുക്കൂ. ഞാൻ പറഞ്ഞോ, ആവശ്യത്തിലേറെ കാശുള്ള, സ്വന്തമായിട്ട് പണപ്പെട്ടിയുള്ള, ലക്ഷങ്ങളുടെ ആസ്തിയുള്ള ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ സായ് കപ്പടിക്കുന്നത് ഒരു സംഭവം ഇടയ്ക്ക് വന്നു. അപ്പൊ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുറത്ത് ഭയങ്കര സായിക്ക് കപ്പെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടിവിട്ടു. അപ്പൊ സായിനോട് ഇത് പുറത്തു വന്ന ആരോ പറഞ്ഞു. അപ്പൊ എന്താ ഈ സായി നല്ല മുന്നേ ഏത് നായിന്റെ മോന്റെ മോനാ പറയണം, ഏത് പട്ടിച്ചെറ്റാണ് പറയണം. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പാൻ ഇന്ത്യൻ ബിഗ് ബോസ് റാണി, ഇവർക്കിടയിലുള്ള, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഇവർക്കിടയിലുള്ള ഈ റൊമാൻസ് നിങ്ങൾ നോക്കിയാൽ ഏത് റൊമാൻസ്? 1 മില്യൺ ഫ്രെയിം. അവളുടെ ഭർത്താവ്, അയ്യോ റൊമാൻസ് മാറിപ്പോയി, അത് മാറിപ്പോയി. ഇതിന്റെ പേര് അവിഹിതം. കെട്ടി 3 പിള്ളേരുള്ള അളിയന്മാരായി നമ്മൾ എന്ത് ചെയ്യും ഇനി? അതെ, അതായത് ആകെ ബിഗ് ബോസ് ഹൗസിന്റെ ഒഫീഷ്യൽ പെങ്ങളുകുട്ടിയായിട്ടുള്ള ഇപ്പൊ തന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുവാണ്. ഞങ്ങളുടെ ഒഫീഷ്യൽ അളിയൻ, അതായത് ഇപ്പൊ കേരളത്തിൽ ഇതാണ് ഞങ്ങളുടെ കേരളത്തിലെ പെങ്ങളുകുട്ടി. ജാനു, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അപ്സരയുടെ ബർത്ത്ഡേ? വെരി നൈസ്, അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ലത്. അപ്സര താങ്ക് യു. ഓക്കെ എടി, എങ്ങനെ ഉണ്ടായിരുന്നു അപ്സരന്റെ ബർത്ത്ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഫുഡും എല്ലാതും റാങ്കറിങ് ചെയ്ത നന്ദന. അപ്സരയുടെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു അപ്സരയുടെ ബർത്ത്ഡേ? അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും സഡൻ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല അല്ലേ? സൂപ്പർ ആയിരുന്നു. ഭീകരം, ബീഭത്സം, ഭയാനകം. അടിപൊളി, സൂപ്പർ. ബിഗ് ബോസിനെക്കാൾ അബേ എന്താ സീസൺ 6ഓ? അയ്യോ അതോടെ സ്നേഹ ഡാൻസ് കളിക്കണം, സ്നേഹ ഡാൻസ് കളിക്കണം, സ്നേഹ ഡാൻസ് കളിക്കണം, സ്നേഹ ഡാൻസ് കളിക്കണം. ഒരു ജസ്റ്റ് ഒരു പാട്ടുണ്ട്. ആ ഡാൻസ് പഠിപ്പിച്ചു തരാൻ അപ്സരനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ, അല്ലെങ്കിൽ അപ്സര അല്ലാന്ന് പറ. അതെ, അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഭാര്യനെ ഡാൻസ് അപ്സര പഠിപ്പിച്ചു. ഭാര്യ ഡാൻസ് കളിക്കും. കളി ഡാൻസ് കളി കളിക്കണം കളിക്കണം. ഡാൻസ് കളിക്കണം. ഇല്ല എന്റെ പഴയ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും. വെറുതെ എല്ലാരും പിരിഞ്ഞോ. ഓട്ടെ ഓക്കെ ബൈ അപ്പൊ ഓക്കെ ബൈ. താങ്ക് യു ആൽബി ബ്രോ, താങ്ക്സ് എ ലോട്ട്. എല്ലാരും ഞാൻ പിരിച്ചു വിടുന്നുണ്ട്. ഇത് വീഡിയോ എടുക്കാനോ? ആ കഴിഞ്ഞു. വ്ളോഗാ? കണ്ണാപ്പി ഓക്കെ, താങ്ക് യു. യാ ഓക്കെ കണ്ണാപ്പി ഓക്കെ, താങ്ക് യു. കണ്ണാപ്പി സൈനിങ് ഓഫ്. ഒഫീഷ്യൽ കണ്ണാപ്പി. എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അപ്സര താങ്ക് യു. ബൈ. ഇത് അപ്സരക്ക് ഞങ്ങള് BB6 കണ്ടസ്റ്റൻസ് എല്ലാരും കൂടി ഗിഫ്റ്റ് ചെയ്ത് ഞങ്ങളുടെ വാച്ച്. ഓക്കെ. ഓഹോ ഞങ്ങളൊന്നും വേണ്ടപ്പോ. ഓക്കെ ഡി ബൈ ആയിക്കോട്ടെ. സ്നേഹ ബാബുവാ. അപ്പൊ എല്ലാ പരിപാടികളും കഴിച്ചിരിക്കുകയാണ്. ടാറ്റാ ബൈ. അവസാനമായിട്ട് നന്ദനയുടെ വക പൂരപ്പാട്ടും തെറിപ്പാട്ടും അതും കൂടി ആയിക്കോട്ടെ. പരിപാടി കഴിഞ്ഞു.